ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ദുബായ് സീരീസിൻ്റെ അടുത്തൊരു വീഡിയോ, കുറേ ഗ്യാപ്പുകൾ വന്നു, എന്നാൽ അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് ഇതിൽ എക്സ്ക്ലൂസീവ്ലി ദുബായ് എക്സ്പോ 2020 വീഡിയോസാണ്. നമ്മൾ എക്സ്പോ വിസിറ്റ് ചെയ്യാൻ പോയതിൻ്റെ വിശേഷങ്ങളായിരിക്കും. നമ്മളതിൽ ആദ്യം നമ്മൾ ജുമേറ ബീച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു. നമുക്കത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ ആക്ച്വലി ചെക്ക് ഔട്ട് ചെയ്തു. നമ്മൾ കസിനായിട്ടുള്ള റൂബി ചേച്ചിയുടെ വീട്ടിൽ ഷാർജയിൽ ചെന്ന് നമ്മൾ ബാഗൊക്കെ വെച്ചതിന് ശേഷമാണ് നമ്മൾ എക്സ്പോയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു ഹോട്ടലിൽ നിന്ന്. റൂബി ചേച്ചിയുടെ വീട്ടിൽ പോയി അവിടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ബസ് സ്റ്റോപ്പിലേക്ക് അൽ ക്വയാസിൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നു. ഇതിലേറ്റവും പ്ലസ് പോയിൻ്റായിട്ട് നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, എക്സ്പോന് വേണ്ടിയിട്ട് മേജർ സെൻറ്ററുകളിൽ നിന്നെല്ലാം ദുബായ് എക്സ്പോ നടക്കുന്ന സ്ഥലത്തേക്ക് അവർ ബസ് ഫെസിലിറ്റി ടൂറിസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ബസ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പോൻ്റെ ടിക്കറ്റ്സ് നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ബസ് ഫെസിലിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. അത് ഞങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു സംഭവമായിരുന്നു. ഇത് നമ്മുടെ സസ്റ്റൈനബിലിറ്റി ഗേറ്റ്, അങ്ങനെ 4 ഗേറ്റുകളാണ് അല്ലെങ്കിൽ 4 എൻട്രൻസുകളാണ് എക്സ്പോനുണ്ടായിരുന്നത്. അതിൽ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഈ ഗേറ്റിലൂടെയാണ് ഞങ്ങൾ കയറിയത്. ഞങ്ങൾ ആദ്യം കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ ശേഷമാണ് കയറിയത്. ഞങ്ങൾ കാലത്ത് നേരത്തെ എത്തിയിരുന്നതുകൊണ്ട് അധികം തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ എൻട്രൻസും അല്ലെങ്കിൽ എൻട്രി ഭാഗമൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കലി ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ അങ്ങനെ കമ്മ്യൂണിക്കേഷനിലൊരു പ്രശ്നമോ അല്ലെങ്കിൽ മിസ്ലീഡിങ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ക്യൂ ഒക്കെ തന്ന് നമ്മൾ ഈ ഓർഡർ അനുസരിച്ച് നമ്മൾ കയറി നമ്മുടെ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തു. ടിക്കറ്റൊക്കെ അവർ ചെക്ക് ചെയ്തു, നമ്മളകത്തേക്ക് വിട്ടു. നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്തു. കാരണം അത്രയും ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമായതുകൊണ്ട് ബാഗേജൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് എല്ലാം സേഫ്റ്റി ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തി. ഒരുപാട് പെവലിയൻസ് ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും. നമ്മൾ ആദ്യം നെതർലൻഡ്സിൻ്റെ ഒരു പെവലിയനിൽ നമ്മൾ കയറി. അപ്പോൾ അതിൽ എല്ലാ രാജ്യങ്ങൾക്കും പെവലിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നെതർലൻഡ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കണ്ടു. അപ്പോൾ നെതർലൻഡ്സിൻ്റെ ഈ പെവലിയനിലൂടെ തന്നെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ രാജ്യങ്ങളുടെയും പെവലിയൻസിൽ കയറാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ദിവസമാണ് എക്സ്പോയിലേക്ക് വേണ്ടി നമ്മൾ ഡിവോട്ട് ചെയ്തത്. ഇത് നെതർലൻഡ്സിൻ്റെ പെവലിയൻ്റെ അകത്തുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ ഈ എക്സ്പോൻ്റെ പ്രത്യേകത, അതാത് രാജ്യങ്ങൾ അവരവർക്ക് നൽകിയിരിക്കുന്ന സ്ലോട്ടുകളിൽ അവരുടെ പെവലിയൻ ഇട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ എക്സിബിഷനിൽ സ്റ്റോൾഡ് എന്ന പോലെ, അതാണ് ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് അതാത് രാജ്യങ്ങൾ അവരുടെ എന്താണോ അവരുടെ കൾച്ചർ, അവരുടെ ഏറ്റവും വൈവിധ്യമാർന്ന കാര്യങ്ങൾ, അതുപോലെ അവിടെ ഉണ്ടായിട്ടുള്ള സാങ്കേതിക വിദ്യാപരമായിട്ടുള്ള നേട്ടങ്ങൾ, അവരെങ്ങനെയാണ് ഇനിയുള്ള അവരുടെ ഗ്രോത്ത്, അവരുടെ സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ ടെക്നോളജി വൈസ് ആയിട്ടുള്ള അവരുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരുന്ന ഒരുപാട് ഷോസ് എല്ലാ പെവലിയൻസിലും റൺ ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരു ഷോസാണ് നെതർലൻഡ്സിൻ്റെ ഈ പെവലിയനിൽ. നമുക്കൊരു വൈറ്റ് കുട തരും. അത് നമുക്ക് ചൂടിങ്ങനെ നിൽക്കണം. അതിലേക്ക് നമുക്ക് ഒരുപാട് ആർട്ട് വർക്കുകളും അതിലേക്ക് ഒരുപാട് LED വാൾസും അതുപോലെ തന്നെ മറ്റുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് ഷോസ് ഉണ്ടായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ പെവലിയൻസിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. കാരണം എല്ലാ പെവലിയൻസും അവരവർക്ക് പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരുന്നത്. നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി നമ്മൾ അടുത്ത പെവലിയൻ നമ്മൾ കയറിയത് സിംഗപ്പൂർ ആയിരുന്നു. സിംഗപ്പൂർ പെവലിയൻ നമുക്കറിയാം, സിംഗപ്പൂർ വിസിറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, കാരണം സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ മാതൃകയിലാണ്. അവിടെ ഭയങ്കര ഒരു ഗ്രീനറി അല്ലെങ്കിൽ ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എയർപോർട്ടാണത്. അപ്പോൾ അതിനെ സിമിലറായിട്ടുള്ള പെവലിയൻ ആയിരുന്നു. നമ്മളിത് വിസിറ്റ് ചെയ്തത് കൊറോണയുടെ സമയത്തായതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസ് ഭയങ്കരമായിരുന്നു. വളരെ ചുരുക്കം ആളുകളെയാണ് നമുക്ക് ഓരോ പെവലിയൻസിലും ലിമിറ്റഡ് ടൈമിലേക്ക് ലിമിറ്റഡ് ആളുകളെ മാത്രമാണ് കടത്തിവിട്ടിരുന്നത്. എന്നാലും നമ്മൾ കിട്ടിയ സമയം കൊണ്ട് മാക്സിമം പെവലിയൻസ് നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സിംഗപ്പൂരിൻ്റെ പെവലിയൻസ് കുറച്ച് അധികം കാണാനുണ്ടായിരുന്നു. ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് പച്ചപ്പ് തന്നെയാണ്, ഗ്രീനറി മൊത്തമായിരുന്നു. ഇത് മുകളിൽ നിന്നുള്ള സിംഗപ്പൂർ പെവലിയൻ്റെ മുകളിൽ നിന്നുള്ളൊരു ദൃശ്യമാണ്. പിന്നെ അതിന് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ സിംഗപ്പൂർ പെവലിയൻ്റെ എന്താണ് അവിടുത്തെ ആ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ ആ രാജ്യത്തിൻ്റെ പെക്യുലറായിട്ടുള്ള കുറേ കാര്യങ്ങൾ, സവിശേഷതകൾ മുഴുവൻ ആ ഒരു പെവലിയനിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നമുക്ക് സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ആദ്യം എയർപോർട്ടാണ് ഓർമ്മ വരിക. ആ എയർപോർട്ടിനെ സിമിലറായിട്ടുള്ള അല്ലെങ്കിൽ എയർപോർട്ടിനെ ഓർമ്മിപ്പിക്കുന്ന പല രീതിയിലുള്ള കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് ഈ കാണുന്ന ഹംഗറി എന്നുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ പെവലിയനിലേക്കാണ്. അപ്പോൾ ഇത് ഹംഗറി അല്ല ഗൈസ്, എനിക്ക് തെറ്റിപ്പോയി, സ്പെയിനാണ്. ഹംഗറി എൻ്റെ ഒരു
ഫേവറേറ്റ് പവലിയനാണ്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക കുറച്ച് ആക്രാന്തം കൂടിപ്പോയി ഹംഗറി പറയേണ്ടത്. സോ സ്പെയിൻ ആയിരുന്നു. സോ സ്പെയിൻ്റെ നമുക്കൊരു എന്താ പറയുക കോൺ മാതൃകയിലാണ് അവരുടെ എൻട്രൻസ് അവർ സെറ്റ് ചെയ്തിരുന്നത്. അവിടെ ഫോട്ടോസ് എടുക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. നമ്മൾ അവിടെയും കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. കാരണം കാലത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. ഏർലി മോർണിംഗ് ആസ് ലൈക്ക് ഞങ്ങൾ തുറന്ന ഉടനെ തന്നെ ഞങ്ങൾ എത്തുന്നൊരു അവസ്ഥയായതുകൊണ്ട് അധികം തിരക്കുകൾ പല പവലിയൻസിലുണ്ടായിരുന്നില്ല. പക്ഷേ പോകെ മെല്ലെ പവലിയൻസിൽ തിരക്കുകൾ കൂടുന്നൊരവസ്ഥ വന്നു. അപ്പോൾ സ്പെയിൻ്റെ പവലിയനിൽ കണ്ട വലിയൊരു അട്രാക്ഷൻ ഇതായിരുന്നു. നമ്മൾ നടന്ന് നമുക്കിങ്ങനെ സർക്കുലർ മോഷനിൽ നമുക്ക് നടന്ന് താഴേക്ക് റാമ്പുണ്ട്. അപ്പോൾ ആ നടക്കുന്നതൊക്കെ നമുക്ക് ഈ പറയുന്ന ഒരു എന്താ പറയുക വർക്ക് അല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു എന്താ പറയുക ഇത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം അതിൻ്റെ ഭംഗി കിട്ടുമെന്നറിയില്ല. അതിനേക്കാൾ മനോഹരമായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അതിനുശേഷം നമുക്ക് അവരുടെ പവലിയനിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ച് തരുന്ന മറ്റ് സ്റ്റോളുകളാണത്. അപ്പോൾ ഞങ്ങൾ പോയ ഒരു ദിവസം അല്ലെങ്കിൽ പോയൊരാഴ്ച എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ എക്സ്പോ തീരാറായിട്ടുള്ള ഒരാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കമ്പൾസറി റൂൾ ആ സമയത്ത് വന്നിരുന്നു. എല്ലാ സ്കൂൾ വിദ്യാർത്ഥികളെയും, അതായത് ദുബായിലുള്ള എല്ലാ സ്കൂളുകളിൽ നിന്നും സ്റ്റുഡൻസിനെ കൊണ്ടുവന്നിട്ട് വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് ഈ ഒരു ഷോ അല്ലെങ്കിൽ ഈ ഒരു പവലിയൻസ് എല്ലാം കാണിക്കണം, എക്സ്പോ കാണിക്കണം എന്നുള്ളത് വലിയൊരു നല്ലൊരു കാര്യമായിരുന്നു. അത് സ്ട്രിക്റ്റ് ഒരു റൂളായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല തിരക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ സ്പെയിൻ ഏകദേശം കണ്ട് ഞങ്ങൾ മെല്ലെ സ്പെയിൻ്റെ ഒരു എക്സിറ്റ് ഡോറിൽ എത്തുന്നൊരവസ്ഥയാണ്. അങ്ങനെ നമ്മൾ സ്പെയിൻ്റെ പവലിയനൊക്കെ കണ്ടു. സ്പെയിൻ്റെ എന്താ പറയുക ഏറ്റവും ഭംഗിയായിട്ടുള്ള അവരുടെ കുറേ എന്താ പറയുക ആർട്ട് ഫോംസും ടെക്നോളജിക്കൽ ഗ്രോത്തും ഇതൊക്കെ കാണിച്ചിരുന്ന ഒരു പവലിയനായിരുന്നു. അങ്ങനെ മെല്ലെ നമ്മൾ സ്പെയിൻ്റെ പവലിയനിൽ നിന്ന് പുറത്തിറങ്ങി നടന്നു. അപ്പോൾ ഇത് നടക്കുന്നത് ഒരു കോമൺ പാത്വേ ആണ്. ഇത് നേരെ നടന്ന് നീങ്ങുന്നത് ഒരു ആംഫി തിയേറ്റർ അല്ലെങ്കിൽ ഒരു ഗ്ലോബ് മോഡലിലുള്ള ഒരു ഗ്ലോബ് മാതൃകയിലുള്ള ഒരു ഗ്യാതറിങ്, ഒരു കോമൺ ഗ്യാതറിങ് പോയിൻറ്റിലേക്കാണ്. അപ്പോൾ ഈ കോമൺ ഗ്യാതറിങ് പോയിൻ്റ് പ്രത്യേകത ഇത് രാത്രിയാണ് ഏറ്റവും കാണാൻ ഭംഗി എന്ന് പറയുന്നത്. അത് മുഴുവൻ ലൈറ്റ് വെച്ച് ഇലൂമിനേറ്റ് ചെയ്തിട്ട് അവിടെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആർട്ടിസ്റ്റുകൾ, ലോകത്തിൻ്റെ ഡിഫറെൻറ്റ് സൈഡിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന സ്ഥലമാണ്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ഒരുപാട് ഹോളിവുഡ് ബോളിവുഡ് ആർട്ടിസ്റ്റുകൾ മുഴുവൻ പെർഫോം ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ നമുക്ക് ഷോസ് കാണാനുള്ള ഒരു ആംഫി തിയേറ്റർ സെറ്റപ്പായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ചും കൂടെ നടന്ന് നീങ്ങി നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്ത ഒരു പോയിൻറ്റിലേക്കാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ഈ ഒരു വാട്ടർഫോൾ ഫൗണ്ടെയിൻ ടൈപ്പ് ഓഫ് സെറ്റപ്പ്. എനിക്ക് തോന്നുന്നു എക്സ്പോൻ്റെ ഏറ്റവും മേജർ ഹൈലൈറ്റ് ആയിരുന്നു. ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കണ്ടിട്ടുള്ള റീൽസുകൾ ആ സമയത്ത് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ളൊരു റീൽസോ അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ പോർഷൻ എന്ന് പറയുന്നത് എക്സ്പോൻ്റെ ഈ ഒരു വാട്ടർഫോൾ ഭാഗമായിരുന്നു. അത് നമുക്ക് ഒരുപാട് ഫോട്ടോസിന് എടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ മേത്തേക്ക് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ വിചാരിക്കും നമ്മുടെ മേത്തേക്ക് വെള്ളം വരുന്നു. പക്ഷേ നമ്മുടെ മേത്തേക്കൊന്നും വെള്ളം വരില്ല. അത് എങ്ങനെയാണ് ഈ സെറ്റപ്പ് എന്നുള്ളത് ഭയങ്കര എന്താ പറയുക, നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ട് ആ സംഭവം ചെയ്തെടുത്തിട്ടുണ്ട് അവർ. അത് ഒരുപാട് ആൾക്കാർ നിന്ന് മതിയാവോളം നമ്മൾ ഫോട്ടോസ് എടുക്കുന്നൊരു സ്ഥലം കൂടിയാണ്. അവിടെ നമ്മളത് കഴിഞ്ഞ് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ അഗെയിൻ ഒരു കോമൺ വഴിയാണ് ഇത്. നടന്ന് നീങ്ങുന്നൊരു വഴിയുടെ മോൾ ഭാഗം ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ ഹംഗറി, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹംഗറിയിലേക്ക് എത്തി. അപ്പോൾ ഹംഗറി ഓൾറെഡി നമ്മൾ കുറച്ച് രാജ്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു അവരുടെ പവലിയൻസിൽ എന്തായാലും പോകണം എന്നുള്ളത്. ഒരുപാട് ആളുകളുടെ റിവ്യൂസ് അനുസരിച്ചിട്ടാണ് നമ്മൾ അത് നോട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഹംഗറി അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച ഒരു രാജ്യമായതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 40-45 മിനിറ്റ്, ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹംഗറിയുടെ പവലിയനിൽ കയറിയത്. കയറി തുടക്ക സമയത്തൊന്നും അങ്ങനെ നമുക്ക് വലിയ എന്താ പറയുക ഒരു വാവ് ഫീലിംഗ് ഒന്നും കിട്ടാവുന്നൊന്നുമില്ല. പക്ഷേ ഇതിലൊരു ചെറിയ പോർഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ലോട്ട് ഈ പവലിയനിൽ നമുക്കൊരു ഗെയിം സോൺ പോലെയുണ്ട്. അതാണ് എല്ലാവരും ഭയങ്കര എന്താ പറയുക ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ തോന്നിയൊരു സ്ഥലം. അപ്പോൾ അതിലേക്ക് നമ്മൾ വരും. അതിനു മുമ്പ് ഈ പറയുന്ന പോലെ ഹംഗറിയുടെ മേജർ ഡെവലപ്മെൻറ്റ്സ്, അവരുടെ പൊളിറ്റിക്സ്, അവരുടെ ജിയോഗ്രഫി, അവരുടെ ഹിസ്റ്ററി ഒക്കെ പറയുന്ന കുറേ വാൾ ആർട്ടുകളും അതുപോലെ അവരുടെ ഹിസ്റ്ററി ഒക്കെ പറയുന്ന ഈ LED വാൾസിൽ മുഴുവൻ ഹിസ്റ്ററി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അവരുടെ എന്തൊക്കെയാണ് അവരുടെ ഏൻഷ്യൻറ്റ് സിവിലൈസേഷൻസും കാര്യങ്ങളൊക്കെ.
അപ്പോൾ നമ്മളത് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമായതുകൊണ്ട് നമ്മൾ മെല്ലെ മെല്ലെ വേഗം നടന്ന് നീങ്ങുന്ന പാത്തിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഒരു നദി ഒഴുകുന്ന ഭംഗിയിലാണ് ആ പാത്ത് വേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഗംഭീര സംഭവമായിരുന്നു. അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹംഗറിയിൽ മാത്രം കണ്ട ഒരു പ്രത്യേകതയാണ്. അത് ഭംഗിയായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹംഗറിയുടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പവലിയനിൽ ഒരുപാട് 2 സൈഡിലായിട്ട് നമുക്കിങ്ങനെ വാൾസ് ഉണ്ട്. അതിലൊരുപാട് കാര്യങ്ങൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ മെല്ലെ ഞങ്ങൾ നടന്ന് നീങ്ങുന്നത് മെയിനായിട്ട് ഞങ്ങളുടെ മേജർ അട്രാക്ഷനിലേക്കാണ്. അതിലേക്കാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിലേക്കൊക്കെ വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് സ്പോട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്ക് നമ്മളെ ടച്ച് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കുറച്ച് വാൾസ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്മൈലി ബോൾസ് അല്ലെങ്കിൽ നമ്മൾ ആ സ്മൈലീസ് അല്ലെങ്കിൽ സ്മൈലി ബോൾ അല്ലെങ്കിൽ ഇമോജീസൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന അത് വെച്ചിട്ടുള്ള ബോൾസ്, നമ്മൾ സ്ട്രെസ് റിലീവറായിട്ടുള്ള ബോൾസ് എന്നൊക്കെ നമ്മൾ പറയും അതിനെ. അത് വെച്ചിട്ടുള്ള ഒരു സ്പേസിൽ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചിട്ട് ഇറങ്ങിപ്പോന്നു. അവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വെറുതെ അതിൽ എറിഞ്ഞ് കളിക്കാനും പിന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട്. അതിനുശേഷം ഞങ്ങൾ മെല്ലെ ഹംഗറിയിൽ നിന്ന് ഇറങ്ങി കോമൺ കുറേ പോയിന്റുകളുണ്ട്. ആ പോയിന്റിലൂടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നു. എന്തൊക്കെയാണ് അവിടുത്തെ മേജർ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയായിട്ടാണ്. അതായത് ഒരു എക്സ്പോ എത്ര നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്ന് കാണണമെങ്കിൽ ദുബായ് എക്സ്പോ കാണണം. ദുബായിലെ സിറ്റി അല്ലെങ്കിൽ ദുബായ് എങ്ങനെയാണ് ഒരു ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് അത്രയും ഭംഗിയായിട്ട് തന്നെ എക്സ്പോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു എസ്കലേറ്റർ അല്ലെങ്കിൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും അത് എത്രത്തോളം ക്രിയേറ്റീവായിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ. ആ ക്രിയേറ്റിവിറ്റി മുഴുവൻ അവരവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഏറ്റവും വലിയൊരു അടിയായത് കൊറോണയാണ്. കാരണം 2020 അവർ പ്ലാൻ ചെയ്തൊരു സംഭവമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പാൻഡമിക് വന്നതോടുകൂടി അവർക്ക് 2020 എന്നുള്ളത് 2022 2021 എൻഡ് അല്ലെങ്കിൽ 2022 അവർക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. പക്ഷേ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞു. അതായത് ദുബായ് അത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്തു എക്സ്പോ കാരണം വേറെ ഒന്നുമല്ല, ആൾക്കാർ ഈ പാൻഡമിക് കാരണം എങ്ങോട്ടും പോകാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇത് തുറന്നു കിട്ടുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എനിക്ക് തോന്നുന്നു വന്നിട്ടുള്ളൊരു സംഭവം കൂടിയാണ് നമുക്ക് ഈ പറയുന്ന ദുബായ് എക്സ്പോ. അങ്ങനെ ഞങ്ങൾ അടുത്ത പവലിയൻ തായ്ലൻഡിൻ്റെ പവലിയനിലേക്ക് നമ്മൾ കയറി. തായ്ലൻഡ് പവലിയൻ എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം തായ്ലൻഡ് പേഴ്സണലി ഞങ്ങൾ 2 പേരും വിസിറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കയറി. പക്ഷേ ക്യൂരിയോസിറ്റിക്ക് പറയത്തക്കത്ത രീതിയിലുള്ളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തായ്ലൻഡ് സുവർണഭൂമി എയർപോർട്ടിൽ കാണുന്ന പോലെയുള്ള കുറേ ആർട്ട് ഫോംസ്, നമുക്കറിയാം തായ്ലൻഡ് എന്ന് പറയുമ്പോൾ അവരുടേതായിട്ടുള്ള കുറേ റിച്ച് ട്രഡീഷനും കൾച്ചറും അത് അവരുടെ ഹിസ്റ്ററിയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു ഷോ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും സീറ്റിങ്സിലൊക്കെ ഇരുത്തി ഒരു 3D ആനിമേറ്റഡ് ഒരു മൂവി ആസ് ഇൻ ലൈക്ക് എന്താണ് തായ്ലൻഡ് എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു, എങ്ങനെയാണ് അതിൻ്റെ ഒറിജിൻ, അങ്ങനെയൊക്കെ ഇപ്പോൾ കാണിച്ചു തരുന്ന ഒരു 3D ആനിമേറ്റഡ് വീഡിയോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിനൊരു ലൈവ് എഫക്ട്സ് കൊടുക്കാനായിട്ട് നമ്മൾ ഒരു ലൈവ് എഫക്ട്സ് കൊടുക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങൾ സ്ക്രീൻ വൈസും അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ AVs ആയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം കണ്ടിരുന്നു. അധികം അട്രാക്റ്റീവ് ഒന്നായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചു. പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങി പോരാൻ പറ്റുന്നില്ല. കാരണം അതൊരു ക്ലോസ്ഡ് എൻവയോൺമെൻ്റ് ആണ്. ആ ഷോ കഴിഞ്ഞാൽ മാത്രമാണ് അവർ ആ ഡോർ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ ഞങ്ങളതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ മെല്ലെ ജനറലായിട്ട് എല്ലായിടത്തും നടന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ടയേർഡായി തുടങ്ങി. കാരണം ഒരുപാട് നടക്കാനുണ്ട് ഗൈസ്. കാരണം കാണുന്ന പോലെയല്ല, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പക്ഷേ ഒരുപാട് നമുക്ക് നടക്കാനുള്ള ഒരു സ്ഥലമാണ് എക്സ്പോ. നമുക്ക് ഒബ്വിയസ്ലി വയ്യാത്തവർക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്കാണെങ്കിൽ വീൽ ചെയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബഗ്ഗി ഫെസിലിറ്റി ഉണ്ട് ഒബ്വിയസ്ലി. പക്ഷേ അതൊക്കെ പെയ്ഡാണ്. നമുക്ക് ലോ കോസ്റ്റിൽ പോയി കാണണം എന്നുണ്ട് എങ്കിൽ നമ്മൾ നടന്നു തന്നെ കാണണമായിരുന്നു. അപ്പോൾ അതൊരു ചലഞ്ചായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തു. കാരണം ഞങ്ങൾ ഒരു ദിവസമാണ് ദുബായ് എക്സ്പോ കാണാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ദുബായ് മൊത്തം എക്സ്പ്ലോർ ചെയ്യുന്നത് 6 days ആയിരുന്നു. അപ്പോൾ അതിലെ ഒരു ദിവസം ഞങ്ങൾ എക്സ്പോ കാണാനായിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ആ ഒരു ദിവസത്തിൽ മാക്സിമം ഓടി നടന്ന എല്ലാ പവലിയനും കയറുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാ പവലിയനും ഭംഗിയായിട്ട് ആസ്വദിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. പകരം
ചില പെവലിയൻസ് നമുക്ക് കയറി കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഒന്നുമില്ല, പേരിന് ഒരു പെവലിയൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ പെവലിയൻ ജസ്റ്റ് ഒരു ഓട്ടപ്രദക്ഷിണമായിരുന്നു. മറ്റ് പെവലിയൻസ് ഞങ്ങൾ വൃത്തിക്ക് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി മെല്ലെ വേറൊരു സൈഡിലേക്ക്, നമുക്കതിന് കൃത്യമായുള്ള റോഡ് മാപ്സ് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ സൈഡിൽ ഏതൊക്കെ പെവലിയനാണ് എന്ന്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ മെല്ലെ നടന്നു. അടുത്ത പെവലിയൻ ഇറാൻ്റെ പെവലിയനാണ്. ഇറാൻ്റെ പെവലിയനിലൊന്നും അധികം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഈ ഒരു അലങ്കാരങ്ങൾ മാത്രമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഒരുപാട് രാജ്യങ്ങളുടെ പെവലിയൻ ശരിക്കും പറഞ്ഞാൽ ഒരു പേരിന് മാത്രമായിട്ട് തോന്നി. കാരണം അധികം ഒന്നുമില്ല, വെറുതെ പേരിനൊരു പെവലിയൻ ഇട്ടിരിക്കുന്നു. കാരണം അവർക്ക് അവരുടെ പ്രസൻസ് കാണിക്കണം. ഒബ്വിയസ്ലി ദുബായ് എക്സ്പോ എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവരൊരു പ്രസൻസ് കാണിക്കാനായിട്ട് ഒരു പെവലിയൻ ഇട്ടു എന്നുള്ളൊരു ഫീലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവസാനിപ്പിച്ചു. കാരണം ആ പെവലിയനിൽ അതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലൈവ് പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു പെവലിയൻ്റെ മുമ്പിലും. അതുപോലെ ജനറൽ കോമൺ പോയിൻറ്റ്സിൽ നമുക്ക് ലൈവ് പെർഫോമൻസുകൾ ഓരോ രാജ്യങ്ങളുടെ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കോമൺ പോയിൻ്റാണ്. ഈ കോമൺ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 4 ഡയറക്ഷൻസ് കാണാം. 4 ഡയറക്ഷൻസും ഭംഗിയായിട്ട് അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും അവൈറ്റഡ് ആയിട്ടുള്ളൊരു പെവലിയൻ, മറ്റൊരു അവൈറ്റഡ് പെവലിയൻ ആയിരുന്നു റഷ്യ. സോ റഷ്യയുടെ പെവലിയൻ്റെ എൻട്രൻസ് തന്നെ നല്ല ഭംഗി, PVC പൈപ്പുകളുടെ ഡിഫറെൻറ്റ് കളേഴ്സ് ചുരുട്ടി വെച്ചിരിക്കുന്നൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് അത് ഭംഗിയായിട്ട് എന്താ പറയുക അറേഞ്ച് ചെയ്തു. അതിൻ്റെ ആ ഡെക്കോറും അല്ലെങ്കിൽ ആ ഫ്രണ്ട് പെവലിയൻ തന്നെ ചെയ്തിരിക്കുന്നത് ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം എക്സ്പോൻ്റെ സമയത്ത് ഒരുപാട് പേര് വൈറലാക്കിയ ഒരു പെവലിയനാണ് റഷ്യ എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ മെല്ലെ റഷ്യൻ പെവലിയനിലകത്ത് കയറി. ഏകദേശം ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളൊരു 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പം മെല്ലെ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു, വെയിലുദിച്ചു. എന്നാലും ഞങ്ങൾ ക്ഷമിച്ച് അകത്ത് കയറി. പക്ഷേ അകത്ത് കയറിയത് അത് വർത്ത് ഓഫ് ആയിട്ട് തോന്നി. കാരണം നല്ലൊരു കിടിലൻ ഷോ ആയിരുന്നു അകത്ത്, റഷ്യൻ പെവലിയനകത്ത്. അവരുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് ഗംഭീരമായിട്ട് കാണിച്ചിരുന്നൊരു ഷോ. അതൊരു ഗാലക്സി മോഡലിൽ കാണിച്ച് ആ ഗാലക്സി മോഡലിൻ്റെ നടുവിലായിട്ടൊരു ഹ്യൂമൻ ബ്രെയിൻ സ്ട്രക്ചർ അവർ മുന്നോട്ട് കൊണ്ടുവന്നു. ആ സ്ട്രക്ചർ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്ട്രക്ചർ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ടത് ഡിവൈഡ് ചെയ്ത് അത് മെല്ലെ ഓപ്പണായി കഴിഞ്ഞാൽ അത് വീണ്ടും ചുരുങ്ങുന്നു. അങ്ങനെ എന്താ പറയുക, നമുക്ക് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു റഷ്യൻ കൗണ്ടറിൽ അല്ലെങ്കിൽ പെവലിയനിലുണ്ടായത്. നമ്മൾ ഇരിക്കുന്ന ആ ഭാഗവും നമ്മുടെ ചുറ്റുപാടും ഒക്കെ ലൈറ്റ് എഫക്ട്സ് കൊണ്ട് എന്താ പറയുക, നമ്മളെ വേറെ ഒരു ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ വേറൊരു വേൾഡിലെത്തിയ ഒരു പ്രതീതി. നല്ല ഗംഭീര ഷോ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇരുന്ന് എൻജോയ് ചെയ്തു. ഒരുപാട് നേരം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാലോ, എല്ലാ രാജ്യങ്ങളുടെയും പെവലിയൻസിലേക്ക് ഓടുന്ന തിരക്കായതുകൊണ്ട് നമ്മളെല്ലാ ഷോസും ഫുൾ ടൈം ഇരുന്ന് കണ്ടില്ല. എല്ലാത്തിൻ്റെയും ഒരു എസൻസ് കിട്ടി. അത്ര ഗംഭീര ഷോസ് ആണെങ്കിൽ മാത്രമാണ് നമ്മളിരുന്ന് കണ്ടത്. അങ്ങനെ നമ്മൾ റഷ്യയുടെ ആ ഒരു ഷോ കണ്ടു. അവിടെ ഓരോ കളർ തീമിലാണ് കുറച്ച് സമയങ്ങൾ മാറുന്നതിനനുസരിച്ച് ആ ഷോ മുന്നോട്ട് പോകുന്നുണ്ട്. ആദ്യം ഒരു പിങ്ക്, മെറൂൺ, റെഡിഷ് ഷെയ്ഡിലേക്ക് വന്നു. അത് കഴിഞ്ഞത് ബ്ലൂവിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു ചെറിയ ഗ്രീൻ ടെക്സ്ചറിലേക്ക് വന്നു. അങ്ങനെ പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, കളേഴ്സ് കൊടുത്തുകൊണ്ട് ഭംഗിയായിട്ടുള്ളൊരു ഷോസ് ആയിരുന്നു. അപ്പോൾ അത് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നിങ്ങൾക്ക് അത്യാവശ്യം സ്ക്രീനിൽ കാണാൻ പറ്റും. പക്ഷെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു റഷ്യയുടെ ഈ ഷോ കാണാനായിട്ട്. അങ്ങനെ ആ ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ റഷ്യൻ പെവലിയനോട് ഗുഡ് ബൈ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു എന്ത് ചെയ്യണം, എന്താണ് അടുത്ത പെവലിയൻ. ഖത്തർ ആ വഴിക്ക് പോകുമ്പോൾ കണ്ടു. പക്ഷേ ജസ്റ്റ് ഒന്ന് കയറി. ഖത്തറിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് GCC കൺട്രീസിൽ വളരെ ചുരുക്കം, സൗദി അതുപോലെ തന്നെ ദുബായ്, അങ്ങനെ 1-2 പെവലിയൻ ഒഴിച്ച് ബാക്കിയൊക്കെ നെയിംസേക്കായിരുന്നു. ഒന്നും കാണാനില്ല. സൗദി വാസ് ലൈക്ക് വണ്ടർഫുൾ. ഞാൻ സൗദിയിലെ ഒരു പെവലിയൻ വരുന്നുണ്ട് ഈ വീഡിയോൻ്റെ തന്നെ ഒരു ഭാഗത്ത്. അപ്പോൾ സൗദി അടിപൊളിയായിരുന്നു. പക്ഷേ ഖത്തറിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഓട്ടപ്രദക്ഷിണം തന്നെയായിരുന്നു ഖത്തറിൻ്റെ പെവലിയനിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഇതാ കാണുന്നു നമ്മുടെ സ്വന്തം ബ്രസീൽ. ഹെഗെയിൻ ബ്രസീൽ വളരെ പ്രതീക്ഷയോട് കയറിയതാണ്. പക്ഷേ ബ്രസീലിൽ ഒന്നും ഉണ്ടായില്ല. ഇതുപോലെ ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന കുറേ സീറ്റിംഗ് ഏരിയാസ് ഉണ്ട്. അതല്ലാതെ ബ്രസീലിൻ്റെ പെവലിയനിൽ നമുക്ക് കാണാൻ അല്ലെങ്കിൽ
ആസ്വദിക്കാവുന്നൊന്നുമില്ല. ഇങ്ങനെ നടക്കാം, ഫോട്ടോസ് എടുക്കാം. ചുറ്റും ഒരു ഐലൻഡ് പോലെ കുറേ വെള്ളം, ആ വെള്ളത്തിൻ്റെ ഇടയിൽ ഒരു ഫ്ലോട്ടിംഗ് പവലിയൻ എന്നുള്ളൊരു മൂഡ് കൊടുത്തിരിക്കുന്നു. അതല്ലാതെ ബ്രസീലിൻ്റെ പവലിയനിൽ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായില്ല. നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ച് കയറിയ ഒരു ലാറ്റിൻ അമേരിക്കൻ പവലിയനായിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് ഇറങ്ങിയപ്പോൾ കുറേ ആർട്ടിസ്റ്റുകൾ ലൈവ് ഡാൻസ് പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം ഞങ്ങൾ നോക്കിയിരുന്നു. നമ്മൾ ഇന്ത്യയിലൊന്നും കാണാത്ത കുറച്ച് ഡാൻസ് സ്റ്റെപ്പുകളും അതുപോലെ തന്നെ പെർഫോമൻസ്, നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം ഞങ്ങൾ നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നു, ഉച്ചയായി ഗൈസ്. അപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അഗെയിൻ ഗൂഗിൾ വഴി തപ്പിപ്പിടിച്ച് കാണും. അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് റേറ്റിൽ ഫുഡ് കിട്ടുന്നൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നമുക്ക് നമ്മുടെ ചിക്കൻ ബിരിയാണി ആണ് നമ്മൾ ഓർഡർ ചെയ്ത്. ബിരിയാണി എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, നമ്മുടെ നാടൻ ബിരിയാണി ഒന്നുമല്ല. അത് തൽക്കാലം ഞങ്ങൾ ഓരോന്ന് വാങ്ങി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഞാനൊരു ചായ മാത്രമാണ് കുടിച്ചത്. വൈഫ് ജിഷ്മ ബിരിയാണി കഴിച്ച് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി, ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. ഇനി ഏത് കൺട്രി പോകണം അല്ലെങ്കിൽ ഇനി എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് പവലിയൻ എന്ന് ഓർമ്മയില്ല. പക്ഷേ ഈ പവലിയനിൽ നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ കൂടുതലും എന്താ പറയുക, ഇവർ കുറച്ചും കൂടി ഗ്ലാസ് വർക്ക്സിനാണ്, കുറച്ചും കൂടി ഗ്ലാസ് വെച്ചുള്ള കുറേ വർക്ക്സാണ് ഈ ഒരു പവലിയനിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ മെല്ലെ മുകളിലുള്ള ആ ഒരു ഫ്ലോറിലേക്ക് നമ്മൾ പോയപ്പോൾ അവിടെ ഒരു മിറർ കണ്ടു. ആ മിറർ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ മിറർ മൂവ് ചെയ്യും. ദാറ്റ് വാസ് ലൈക്ക് നമുക്കൊരു കുറച്ചൊരു ഫൺ എക്സൈറ്റ്മെൻറ്റ് കിട്ടിയ ഒരു എലമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു ഗംഭീരമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് മറ്റ് പവലിയൻസിലൊന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ ഒരു ചെറിയൊരു പോർഷൻ മാത്രമുള്ളത് കഴിഞ്ഞ് ഞങ്ങൾ ആ പവലിയനിൽ നിന്ന് ഇറങ്ങി. അത് ഏതാ പവലിയൻ സത്യം പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത് ഏതാണോ ഒരു പവലിയൻ, പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് ഏതാണ് പവലിയൻ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പവലിയൻസ് ഞങ്ങൾ ജസ്റ്റ് പുറമേ നിന്ന് കണ്ടു. ഇപ്പോൾ ന്യൂസിലൻഡ് ആണെങ്കിലും മറ്റ് പവലിയൻസ്, കാരണം ന്യൂസിലൻഡ് അല്ലെങ്കിൽ മറ്റ് ചില പവലിയൻസിൻ്റെ മുമ്പിൽ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് എത്ര നേരം വെയിറ്റ് ചെയ്താലും ചിലപ്പോൾ കയറാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ആയതുകൊണ്ടാണ് ഞങ്ങൾ ചില എന്താ പറയുക ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ള കുറേ പവലിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പിൽ എപ്പോഴും തിരക്കായതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ അവോയ്ഡ് ചെയ്തു. കാരണം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം മാത്രമാണ് നമ്മൾ അലോട്ട് ചെയ്തേക്കുന്നത്. തിരിച്ച് ഞങ്ങൾക്ക് ബസ് എടുത്ത് വേണം തിരിച്ച് അൽക്വയാസിൽ പോകാനായിട്ട്. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾക്ക് ഷാർജയ്ക്ക് പോകണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാൽക്കുലേറ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ ഓടി എത്തും വേണം. ഇൻ ബിറ്റ്വീൻ ജിഷ്മയ്ക്ക് നടന്ന് വയ്യാണ്ടായി. അപ്പം ഞാൻ കുറച്ച് നേരം അവളൊരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഞാൻ കുറേ പവലിയൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. കാരണം ഈ നടന്നതിൻ്റെയും പിന്നെ ഈ ക്ഷീണമായിട്ട് നമുക്കിങ്ങനെ ത്രൂ ഔട്ട് നമ്മൾ നടക്കുകയാണല്ലോ. അപ്പോൾ റെസ്റ്റ് ഇല്ലാത്ത കാരണം ശരിക്കും പറഞ്ഞ കൈസ് നല്ല പണിയാണ്, അത്ര എളുപ്പമല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ചില രാജ്യങ്ങളുടെ ഇപ്പോൾ സ്ലൊവേനിയ, അതുപോലെ ലുത്തീനിയ, അതുപോലത്തെയുള്ള രാജ്യങ്ങളുടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കണ്ടു. അതിലൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അധികം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എന്നുള്ള ഫോർമാറ്റിലേക്ക് നമ്മൾ പോകാണ്ടിരുന്നത്. ഇപ്പോൾ സ്ലൊവേനിയയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളാണെങ്കിലും അവരുടെ ഒരു വെൽക്കം പവലിയൻ അല്ലെങ്കിൽ ഒരു വെൽക്കം സ്റ്റോൾ ഉണ്ടാവും. അത് കഴിയുമ്പോൾ ഒരുപാട് കൂടുതൽ നമ്മൾ കാണുന്നത് LED വാൾസ് വെച്ചിട്ടുള്ള അവരുടെ കുറേ എന്താ പറയുക ആർട്ട് ഫോംസും അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. അഗെയിൻ സ്ലൊവേനിയ റിമൈൻസ് സെയിം. എനിക്ക് അങ്ങനൊരു വലിയ വോവ് എന്ന് പറയാവുന്ന ഒരു രീതിയിൽ, പക്ഷേ എല്ലാ രാജ്യങ്ങളുടെയും വെൽക്കം പോർഷൻ, അതായത് അവരുടെ ഒരു എൻട്രി ഭാഗം അതിഗംഭീരമായിട്ട് അല്ലെങ്കിൽ അടിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അത് അടിപൊളിയായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അസർബൈജാൻ പോയി. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ പോകുന്നൊരു സ്ഥലമാണ് അസർബൈജാൻ, ബാക്കു. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാനായിട്ട് ജസ്റ്റ് അസർബൈജാൻ്റെ ഒരു പവലിയനിൽ ഞങ്ങൾ കയറി. പക്ഷേ പുറമേ നിന്ന് കണ്ട പോലെ ആയിരുന്നില്ല, അകത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ കയറിയതല്ലേ, വീഡിയോ എടുക്കാം, 4 ചുമരുകൾ കാണാം എന്നുള്ളത്. കാരണം ഇപ്പോൾ ചുമരിലുള്ള LED വാളും ആർട്ട് വർക്കുകളും കണ്ട് ഞങ്ങൾക്ക് തന്നെ എന്താ പറയുക ബോറടിച്ചു തുടങ്ങി. കാരണം കുറേ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഒരേ സാധനം തന്നെ നമ്മൾ റിപ്പീറ്റായിട്ട് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നില്ല. ആദ്യമൊക്കെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഓരോ സ്റ്റോളുകളിലും കയറുമ്പോൾ. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് മെല്ലെ കുറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അസർബൈജാനിൽ നിന്ന് ഇറങ്ങി ഉസ്ബെക്കിസ്ഥാനിലോട്ട് നമ്മൾ പോവുകയാണ് ഗൈസ്. എഗെയിൻ ആ ഒരു മേഖലയിലുള്ള അസർബൈജാനോട് അടുത്ത് തന്നെ കിടക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ കസാക്കിസ്ഥാൻ, അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ. ഉസ്ബെക്കിസ്ഥാനൊന്നും അങ്ങനെ അവരുടെ കുറേ റിച്ച് ഹെറിറ്റേജും അതുപോലെ അവരുടെ കുറേ ആർട്ട് വർക്കുകൾ, അവർക്ക് അവരുടെ കൺട്രിയിൽ യുണീക്കായിട്ട് കിട്ടുന്ന കുറേ കാര്യങ്ങൾ,
അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരുന്നു. പക്ഷേ ഉസ്ബെക്കിസ്ഥാനിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു. അത് ഒരു യൂട്യൂബിലും ഞാനത് കണ്ടിരുന്നില്ല, അല്ലെങ്കിൽ ഒരു റിവ്യൂവിലും നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ഈ പറയുന്ന ഉസ്ബെക്കിസ്ഥാനിലുണ്ട് എന്നുള്ളത് കണ്ടത്. ഒരു ലൈറ്റ് റൂമായിരുന്നു. അതൊരു ഗംഭീര ലൈറ്റ് റൂമായിരുന്നു. ആ ലൈറ്റ് റൂമിൻ്റെ എൻട്രൻസ് എങ്ങനെയാണ്, ഒരു ഗോൾഡൻ വോം ലൈറ്റ് റൂം. അത് എത്ര പറഞ്ഞാലും നമുക്കതിൻ്റെ ഭംഗി എനിക്കത് പറഞ്ഞ് വിവരിക്കാൻ പറ്റില്ല. കാരണം വീഡിയോസിൽ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഭംഗി പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ എന്താ പറയുക, എക്സ്പോൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള റോബോയായിട്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സൗദിയുടെ പവലിയനിലേക്ക് പോയി. അപ്പോൾ സൗദിയുടെ പവലിയൻ ഒരുപാട് ആളുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മസ്റ്റ് വിസിറ്റ് ആണ്, അതാണ് ഇതാണ്. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ള കാരണം നമ്മളവിടെ പോയി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് അല്ലെങ്കിൽ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു അട്രാക്ഷൻ, ഈ ഒരു ഫൗണ്ടൻ ഭയങ്കരമായിട്ട് അട്രാക്ഷനായിരുന്നു. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നൂലുമേക്കോടെ വെള്ളം വീഴുന്നോണം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. എവിടേക്കും തെറിക്കൊന്നുമില്ല. ചില സമയത്ത് നിൽക്കും, ചില സമയത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം അകത്തേക്ക് ഇൻ ആൻഡ് ഔട്ട്. നമ്മൾ പണ്ട് കുളംകര കളിക്കുന്ന പോലെ തന്നെ കളിക്കാവുന്നൊരു ഗെയിമിന് പറ്റിയൊരു സ്ഥലമായിരുന്നു. ചില സമയത്ത് വെള്ളം വരവ് നിൽക്കും, അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ അകത്തേക്ക് കയറാം, നമ്മുടെ അതിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച്. അത് ഓരോ ഫോർമാറ്റിൽ ഓരോ ടെംപ്ലേറ്റിലാണ് ആ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന കുറേ പേര് നിന്ന് എൻജോയ് ചെയ്യേണ്ടിയിരുന്നു. കുറേ പേര് കുട്ടികളായിട്ട് എന്താ പറയുക അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്, ചിലർ ഇറങ്ങുന്നുണ്ട്. ചിലർ ഇറങ്ങുമ്പോൾ നനയും. കാരണം ആ ടൈമിങ് നമുക്ക് എപ്പോഴും അറിയാൻ പറ്റില്ല, എപ്പോഴാണ് വെള്ളം വീഴുക, എപ്പോഴാണ് വെള്ളം നിൽക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ സൗദിയുടെ തന്നെ പവലിയനിൽ അവരുടെ കുറേ ആർട്ട് ഫോംസ്, അവരുടെ എന്താ പറയുക അവരുടെ പാട്ടുകൾ, പിന്നെ മരുഭൂമിയിലെ ഒട്ടകം, അതായത് അവരുടെ സംസ്കാരം, അവരുടെ ചരിത്രമുറങ്ങുന്ന കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ആർട്ട് ഫോമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അവരുടെ ഹൗസിങ്ങിൻ്റെയും അവരുടെ ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരുപാട് ചിത്രങ്ങളും അതുപോലെ തന്നെ മോഡൽസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. അത് കൂടുതലും എസ്കലേറ്റർ വഴിയാണ് നമുക്ക് കാണുക. അപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്നുള്ളത്, നമുക്ക് കുറേ നടക്കണ്ട. സൗദിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് അതായിരുന്നു. എല്ലാം എസ്കലേറ്റർ വഴി നമുക്ക് നടന്ന് നീങ്ങി കാണാവുന്ന ഒരു പവലിയനായിരുന്നു. അതുപോലെ തന്നെ ഒബ്വിയസ്ലി റഷ്യയിൽ കണ്ട പോലെ തന്നെ കംപ്ലീറ്റ് നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം അടക്കം LED സെറ്റപ്പിലുള്ള ഒരു പവലിയനായിരുന്നു സൗദിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് സ്വിറ്റ്സർലൻഡിലേക്കായിരുന്നു. സ്വിറ്റ്സർലൻഡിൻ്റെ എൻട്രി എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. കാരണം റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് നല്ല ഗംഭീര നീറ്റ് ആൻഡ് ക്ലീൻ, അതിനായിട്ട് ഉപരിയായിട്ട് ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു സ്വിറ്റ്സർലൻഡ്. അതും ഏകദേശം ഞങ്ങളൊരു മണിക്കൂറോളം ഞങ്ങൾ കാത്തു നിന്നു ഗൈസ് കയറാനായിട്ട്. ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ളൊരു പവലിയൻ ആയിരുന്നു. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ പറയുന്ന തക്കത്ത് വിധത്തിലുള്ള ഒന്നുമില്ല. വെറുതെ ഒരു മിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്നോ വീഴുന്നൊരു ഫീലിങ്ങിലുള്ള ഒരു ചെറിയ പവലിയൻ. അതല്ലാതെ അങ്ങനെ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. പക്ഷേ പുറമേ നിന്ന് കാണാനായിട്ട് ഭംഗിയാണ്, അതിൻ്റെ അകത്ത് ഒന്നുമില്ല എന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞിരുന്നു നല്ലതാണ്, ഗംഭീരമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കയറിയെന്ന് മാത്രം. അപ്പോൾ ഒരു ഓട്ടപ്രദക്ഷിണം സ്വിറ്റ്സർലൻഡിൽ കഴിഞ്ഞു. ഞങ്ങൾ മെല്ലെ ഇറങ്ങി. ഒരുപാട് പവലിയൻസ് ഉണ്ട്, പക്ഷേ അതിലെല്ലാത്തിനൊന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. മാക്സിമം ഈ ഒരു യാത്രയിൽ ദുബായ് എക്സ്പോ കണ്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ഒരുപാട് നടന്നു, ഒരുപാട് ആളുകളെ കണ്ടു, ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്ത ഒരു ഫീല് ഞങ്ങൾക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ എക്സ്പോനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഷാർജയിലേക്ക് പോയി ഗൈസ്.